കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് വയനാട് ഉരുൾപൊട്ടൽ നടന്ന മേഖലയിൽ അവിടെ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ചിരുന്ന ഊട്ടുപുര ഭക്ഷണം കൊടുക്കുന്ന ഒരു ശാല അത് പൂട്ടിക്കെട്ടുകയും അതൊരു പോലീസുകാരന്റെ നേതൃത്വത്തിൽ DIGയുടെ നേതൃത്വത്തിൽ അത് പൂട്ടിക്കെട്ടുകയും അതിനെ ഇനി പ്രവർത്തിക്കേണ്ട, നിങ്ങളുടെ പ്രവർത്തനം മതിയാക്ക്, ഇവിടെ റവന്യൂവിന്റെ ഭക്ഷണം വരുന്നുണ്ട്, അത് മതിയാകും എന്നുള്ള തലത്തിലുള്ള ഒരു വിവാദം അത് വലിയ രീതിയിലുള്ള ചർച്ചയായി. അത് രാഷ്ട്രീയപരമായിട്ട് മിനിസ്റ്റർമാരെല്ലാവരും കയറി ഇടപെട്ടുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ശശീന്ദ്രൻ മിനിസ്റ്ററും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും എല്ലാവരും ഇതിനോടകം തന്നെ അതിന്റെ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി. ഇത് ആരാണ് ഇതിങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഒരു ദുരന്ത ഭൂമി നമ്മൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള വിദ്വേഷങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ വർഗീയത പരത്തുക, അശ്ലീലപരമായിട്ട് വിഷയങ്ങളെ വ്യാഖ്യാനിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ഈ ഒരു ഊട്ടുപുര പൂട്ടിയതിനെ പറ്റിയിട്ടുള്ള വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതാണ്. 2-3 വീഡിയോ ഞാൻ ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞതാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ ആ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച ആ ഊട്ടുപുരയെ അതിനെ നിയന്ത്രിച്ചു പോയിരുന്ന കുറച്ച് പ്രവർത്തകരുണ്ട്. ആ ഒരു പ്രവർത്തകരെ DIG വിളിച്ചുകൊണ്ട് ശകാരിക്കുന്ന ഒരു വീഡിയോ ആ പ്രവർത്തകർ തുറന്നു പറയുന്ന വീഡിയോ നിങ്ങളിലേക്ക് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം, അതിനുശേഷം വീഡിയോ തുടരാം. വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇന്ന് ഞങ്ങൾ ഭക്ഷണം കൊണ്ടുപോയപ്പോൾ DIG ഞങ്ങളെ വിളിപ്പിച്ചു. DIG വിളിപ്പിച്ചു ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ സേവനം ഇനി നിങ്ങൾക്ക് അവസാനിപ്പിക്കാം, നിങ്ങളുടെ സേവനം ഇനി ആവശ്യമില്ല, നിങ്ങളുടെ ഭക്ഷണം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ആവശ്യത്തിന് ഇവിടെ കിട്ടുന്നുണ്ട്, മാത്രവുമല്ല ഒരു നേരത്തെ ഭക്ഷണം അല്ല നിങ്ങളുടെ ഭക്ഷണം ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല, ഒരു പുല്ലുമില്ല എന്നുള്ള സഭ്യമല്ലാത്ത രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അത് ഞങ്ങളെ വളരെ പ്രയാസപ്പെടുത്തി. ഞങ്ങൾക്ക് ഈ ഒരു സേവനം ഞങ്ങൾ നടത്തിയത് ഒരു വിവാദം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. ഞങ്ങളുടെ ഒരു സതുദ്ദേശത്തോടുകൂടി ചെയ്തൊരു സംഗതി നല്ല രീതിയിൽ അവസാനിപ്പിച്ചു പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിയത്ത്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ വിളിപ്പിച്ച് ഇനി നല്ല രീതിയിൽ ഞങ്ങളോട് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായില്ലായിരുന്നു. പക്ഷേ ഈ ഒരു രീതിയിൽ അദ്ദേഹം സമീപിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ റൈറ്റ് ദ മൊമെന്റ് ഇവിടെ ഞങ്ങൾ ക്രോസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ഉറപ്പുവരുത്തുക, ഇത്രയും ആളുകൾക്ക് ഇവിടെ വരുന്ന സന്നദ്ധ സേവനത്തിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൃത്യസമയത്ത് എത്തിക്കാനുള്ള ഒരു ഉറപ്പ് ഈ നാട്ടുകാർക്ക് നിങ്ങൾ കൊടുക്കണം. ഇതാണ് സംഭവം. ഇത് DIG ഈ വൈറ്റ് ഗാർഡ് ടീമിനെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ഭക്ഷണം അവിടെ വിളമ്പണ്ട, നിങ്ങൾ നിർത്തുക, നിങ്ങളുടെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഒരു ചുക്കുമില്ല എന്നുള്ള പ്രവണതയിൽ പ്രവർത്തകരോട് സംസാരിച്ചതാണ് പ്രവർത്തകൻ വിശദമാക്കുന്നത്. എന്തായാലും DIGക്കെതിരെ ഒരു കള്ളപ്രചാരണം ഒന്നും വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞാലുള്ള അവസ്ഥ, അതിന്റെ ഭവിഷ്യത്വം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അപ്പോൾ കള്ളത്തരമല്ല, സത്യമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു വിഷയത്തെ സംസാരിച്ചപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഫുട്ടേജ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നീട് ഇന്നാണ് എനിക്കത് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ പിണറായി സർക്കാരിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ്, ഈ ആഭ്യന്തര വകുപ്പ് കുറെ കാലങ്ങളായിട്ട്, ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് 7-8 കൊല്ലമായിട്ട് സംഘപരിവാറിന്റെ ആശയത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഈ ഒരു ഉരുൾപൊട്ടൽ വിഷയം, വയനാട് ഉരുൾപൊട്ടിയതിനു ശേഷം ആദ്യം ആ മണ്ണിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഓടിയെത്തുന്നത്, വെളുപ്പാങ്കാലത്ത് ഓടിയെത്തുന്നത് മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള മുസ്ലിം യൂത്ത് ലീഗ് ഈ വൈറ്റ് ഗാർഡാണ്. അവർ 100 പേർ അവിടെ ആദ്യമേ ഇറങ്ങി രക്ഷാപ്രവർത്തനത്തിന് സ്റ്റാർട്ടിങ് കൊടുക്കുകയും പിന്നീടാണ് അവർ ഈ ഒരു ഊട്ടുപുര സെറ്റപ്പ് ഒക്കെ ഇട്ട് എല്ലാവർക്കും ഭക്ഷണം എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ഇത്രയും കൂടി വിപുലീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇതിനെ വിമർശിച്ചുകൊണ്ട് RSSന്റെ സൈദ്ധാന്തികൻ എന്നറിയപ്പെടുന്ന TG മോഹൻദാസ് എന്ന് പറയുന്ന ഒരു വാർദ്ധക്യം പിടിച്ച് കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഒരാൾ വൈറ്റ് ഗാർഡേഴ്സിനെ കുറിച്ച് നല്ല രീതിയിൽ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഇതിനോടകം തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവൻ പോലും പറഞ്ഞത് അവർ ഒന്നും ചെയ്യുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുക എന്നുള്ളതാണ് അയാൾ പറയുന്നത്. ഇവർക്കൊക്കെ സംഘപരിവാറിനും അതുപോലെ തന്നെ BJPക്കും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു ദേഷ്യമാണ് ഇതുപോലുള്ള സൽപ്രവർത്തികൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇതുപോലുള്ള യൂണിയനുകൾ ഇറങ്ങുന്നതൊക്കെ വലിയ രീതിയിലുള്ള ഒരു വിമർശനവും അല്ലെങ്കിൽ അവർക്ക് നെറ്റിച്ചുളിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവർ എന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിന് വക്കാലത്ത് പിടിച്ച് പോകുന്ന ഒരു തലമാണ് നമ്മുടെ ഈ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്നും കാണുന്നത്.
ആഭ്യന്തര വകുപ്പിന് വേണമെങ്കിൽ വളരെ രമ്യമായിട്ട് വിളിച്ചു വരുത്തി അദ്ദേഹം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് മറ്റുള്ളവർ കേൾക്കാൻ അർഹരാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിളിച്ച് രമ്യമായിട്ട് ഇതിനെ പരിഹരിക്കുക. നിങ്ങളുടെ ഭക്ഷണം ഇപ്പോൾ ആവശ്യമില്ല, അതിന് ഇപ്പോൾ റവന്യൂ വകുപ്പ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിൽ അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. ഇവിടെ നമ്മൾക്ക് അയാൾ വായിൽ നിന്ന് കിട്ടുന്നതിലെ ഒരു വിവരമുള്ള ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് എന്തൊക്കെ വാക്കുകൾ ആ വീഴുന്നത് നമ്മൾ മുമ്പേ കൂട്ടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കും. പക്ഷെ അതിനെയൊക്കെ നമുക്ക് കടത്തി വിട്ടുന്ന രീതിയിൽ നിന്റെ ഒന്നും ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഒരു ചുക്കുമില്ല, ഇങ്ങനെയുള്ള എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ സംഘപരിവാറുകാർ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ലീഡർ തിരികൊളുത്തും, പിന്നീട് അതിനുശേഷം ആ ഒരു തിരിയെ പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള പ്രവർത്തകരെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരൊക്കെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. മുസ്ലിംകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഒരു അലോസരപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ എന്നും ദിനം പ്രതി കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വൈറ്റ് ഗാർഡ് മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് ഇതിനു മുമ്പ് നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2019 കൊറോണ സമയത്ത് ഭക്ഷണം വീടുകളിൽ എത്തിച്ചു കൊടുത്തത് വൈറ്റ് ഗാർഡാണ്. അതിനെതിരെയും പോലീസ് നടപടി കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. ഒരിക്കലും ജനങ്ങൾ ഇവരെ അംഗീകരിക്കരുത്. ജനങ്ങൾ ഇവരെ അംഗീകരിച്ചു പോയി കഴിഞ്ഞാൽ ഭരണ സർക്കാരിന് അത് വലിയ പ്രശ്നമുണ്ടാകുമെന്നുള്ള ഒരു പേടി കൊണ്ടാകും അങ്ങനെ സർക്കാർ അതിനു വേണ്ടിയിട്ട് മുതിരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ മുമ്പേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സംഘപരിവാറിന്റെ ആശയത്തെ പിൻപറ്റിക്കൊണ്ട് പോകുന്ന ഒരു ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ഒരു പോലീസ് വിഭാഗമാണ് ഇങ്ങനെ മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോട് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം, ആഭ്യന്തര വകുപ്പ് സംഘപരിവാറിന്റെ ആശയത്തിനൊപ്പമാണ് എന്ന് ഞാൻ ഇതിനെ തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ തൃശൂർ പൂരം നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആ ഒരു ഡേറ്റിന് അടുത്തായിട്ടായിരുന്നു തൃശൂർ പൂരം നടന്നത്. തൃശൂർ പൂരം അത് അലങ്കോലപ്പെടുത്തിയത് ഒരു പോലീസുകാരനായിരുന്നു. അവിടെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം, വേണ്ടാത്ത ഒരുപാട് വിമർശനങ്ങളും കൊണ്ടുവന്ന് ആ ഒരു വെടിക്കെട്ട് സമയത്തിനെ നീട്ടിക്കൊണ്ടുപോയി രാവിലെ വരെ എത്തിച്ചത് ഒരു പോലീസുകാരന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ ഈ പോലീസുകാരനെ എവിടെയെങ്കിലും നിന്ന് ഒരു അറിവ് കൊടുക്കും, ഇന്നത് ചെയ്യണം എന്നുള്ള ഒരു അറിവ് കൊടുത്ത് ആ നേരായ ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിലും ഭരണ സർക്കാർ കൺട്രോൾ ചെയ്യുന്ന പോലീസുകാർ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവിടെ ആ ഒരു പ്രചാരണം നടത്തിപ്പോയത്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമാണ് അവിടെ സുരേഷ് ഗോപി ജയിക്കാനുള്ള ഒരു 40-50% സാധ്യത കൂടിയത്. കുറെ ഹിന്ദുക്കൾ അങ്ങനെ പോലീസുകാരെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായതാണ്. അങ്ങനെയൊക്കെയാണ് സംഘപരിവാറിന്റെ ആശയത്തോട് യോജിക്കുന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ മേഖലയിലും നടന്നത്. ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാം. മൃഗങ്ങൾക്ക് പോലും ഉള്ള ഒരു കരുണ മനുഷ്യനില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അല്ലെ, ഒരു കാര്യം മനസ്സിലാക്കണം, ആനയും പട്ടിയും പൂച്ചയും ഒക്കെ അതിന്റെ ഉടമസ്ഥനോട് കാണിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ ജീവികളോട് കാണിക്കുന്ന ഒരു ജീവജാലങ്ങൾ തമ്മിലുള്ള ഒരു പ്രകൃതിയുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു ഐക്യമുണ്ടല്ലോ, ആ ഒരു ഐക്യത്തെ പോലും ഇല്ലാതാക്കുന്ന പ്രവണതയിലാണ് മനുഷ്യൻ തമ്മിൽ പെരുമാറുന്നത്. അവരവിടെ മുസ്ലിങ്ങളെ നോക്കിയോ ഹിന്ദുക്കളെ നോക്കിയോ ഒന്നും അല്ല വൈറ്റ് ഗാർഡ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്നത്. എല്ലാ മതസ്ഥരും അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് BJPയുടെയും സംഘപരിവാറിന്റെയും കീഴിലുള്ള പ്രവർത്തകർ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയില്ല? അത് നമ്മൾ വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ്. എന്തുകൊണ്ട് ഇറങ്ങിയില്ല? അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല മരണപ്പെട്ടത്, ഹിന്ദുക്കൾ മാത്രമല്ല മരണപ്പെട്ടത്, ക്രിസ്ത്യാനികളും അല്ല മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇവർ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയില്ല? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അവർക്ക് അവിടെ ഒരു വിദ്വേഷമുണ്ട്. ഒരു വിദ്വേഷ രീതിയും വർഗീയ രീതിയും ഒക്കെ നോക്കിക്കണ്ടുകൊണ്ടാണ് അവരവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ വിഷമം വമിപ്പിക്കുന്ന ഒരു സംഘപരിവാറാണ്. അതിന് വക്കാലത്ത് നിന്ന് പോകുന്ന കുറെ നേതാക്കന്മാർ, TG മോഹൻദാസിനെ പോലുള്ള വാർദ്ധക്യം പിടിച്ച കുഷ്ഠരോഗികളും അവർക്ക് വക്കാലത്ത് പിടിച്ചു വരുന്ന ഇതുപോലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരൊക്കെ സംഘപരിവാറിന് വേണ്ടി വേല ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് വളരെ നിർഭാഗ്യവശാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. എനിക്ക് ഇതിനോട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സേവാഭാരതി എന്ന് പറയുന്ന ഒരു RSSന്റെ ഒരു രക്ഷാപ്രവർത്തന ഒരു യൂണിറ്റ് ഉണ്ട്. അവരൊന്നും ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ സമൂഹം മനസ്സിലാക്കുക, നമ്മുടെ സംസ്ഥാനത്തിനെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ഐക്യത ഇല്ലാതാക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ആ പാർട്ടിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് RSS. സംഘപരിവാറിന്റെ ഒക്കെ ശാഖയിൽ നിന്ന് പഠിച്ചു വരുന്നതാണ് അവരിവിടെ പോലീസുകാരിലൂടെയും കൂടിയൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ഇതിനോടകം തന്നെ നമ്മുടെ സമൂഹം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.